പ്രാർത്ഥിക്കാൻ, നമുക്ക് വിളിക്കാൻ, നമുക്ക് ആശ്രയിക്കാൻ, നമുക്ക് നിലവിളിക്കാൻ സ്വർഗം നമുക്കൊരു പേര് തന്നിരിക്കുകയാണ്. ആ പേരേതാ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരു പേരുണ്ട്. ഈ പേര് എന്ത് സൂചിപ്പിക്കുന്നു? ഈ പേര് ഒരാളുടെ സ്വഭാവത്തെയും അയാളുടെ വ്യക്തിത്വത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. അങ്ങനെ 5ാമത്തെ കുട്ടി ഉണ്ടായി. അതൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് അവര് അവസാനത്തെ കുഞ്ഞ് മോൾ എന്ന് പേരിട്ടു. സ്വർഗം ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ വെളിപ്പെടുത്തിയൊരു പേരാണ്. സാധാരണഗതിയിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ലേ പേരിടുന്നത്. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, ഈ യേശുവേ എന്ന് വിളിക്കുമ്പോട്ടല്ലോ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മിൽ സംഭവിക്കും. നമുക്ക് രക്ഷ കിട്ടുമെന്ന്. ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ? പൈശാചിക പീഡകൾ വിട്ടുമാറും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ കുടുംബത്തിൽ, ശ്രദ്ധിച്ചേ, നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പീഡയുണ്ടെങ്കിൽ, ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര അടി. രാത്രി ഒരു 11 മണിയായപ്പോൾ ഫോൺ കോൾ ചെയ്തിരിക്കുക. നിന്റെ വീട്ടിൽ നിനക്ക് അസ്വസ്ഥതയുണ്ടോ? ഉണ്ടോ? ആര് വഴി അസ്വസ്ഥത? അതിപ്പോ എങ്ങനെയാ പറയണേ? അസ്വസ്ഥതയുണ്ടച്ചാ, ഉണ്ടച്ചാ, അസ്വസ്ഥതയുണ്ടെന്ന്. നമ്മളെ പലരും അസ്വസ്ഥപ്പെടുത്തും. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അപ്രകാരം ജീവിത പങ്കാളിയോ മക്കളോ നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്കൊരു ഭാരത്തിലാണെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയോട് യുദ്ധം ചെയ്യുന്നതിന് പകരം ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് സൗഖ്യം അനുഭവിക്കാൻ പറ്റും. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന 2ാമത്തെ അഭിഷേകം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനമാണ്. ദൈവമക്കൾ. ഇപ്പൊ നമ്മൾ സാധാരണക്കാരല്ലേ? നമ്മൾ എന്താവണം? ദൈവത്തിന്റെ മകനാവണം, മകളാവണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്മസ് അങ്ങനെയെങ്കിലേ ക്രിസ്മസ് ആകത്തുള്ളൂ. ഇനിമേൽ നീ മറ്റുള്ളവരുടെ അടിമയല്ല. അതും കൂടെ പറഞ്ഞു കൊടുത്തേ. ഇനിമേൽ നീ അടിമയല്ല. വീട്ടിലെ ഭർത്താവ് പിരികേറ്റി വിടും. ചെല്ലടി. അയ്യോ ചേട്ടാ, കല്യാണം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞ് ഇനി എന്നാന്നും പറഞ്ഞു ചെല്ലും. അല്ലടി ഇപ്പൊ ചെല്ല്, നമുക്ക് അല്ലെങ്കിൽ കോടതി കേസ് കൊടുക്കാം. ക്രിസ്മസ് അല്ലേ, കുമ്പസാരിച്ചോ. നല്ല കുമ്പസാരമൊക്കെ നടത്തി വേണം ഈ തിരുപ്പിറവി ആഘോഷിക്കാൻ. ഞങ്ങൾ ദൈവമക്കളാണ്. അങ്ങനെ ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ വലിയൊരു സൗഖ്യം കിട്ടും. അങ്ങനെ പറയുമ്പോൾ അർത്ഥം എന്നാണെന്നറിയോ? നമ്മൾ ആരുടെ മക്കളല്ല. ഇത് യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു വാഗ്ദാനമാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു അനുഗ്രഹത്തെയും സന്തോഷത്തോടെ കാണാൻ പറ്റത്തില്ലെന്ന്. എല്ലാ കാര്യത്തിനും ദുഃഖം, നിരാശ, ഭാരം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൂരങ്ങളിലുള്ളവർ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളെ ഒരു ദേശത്ത് ദൈവം കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു പഠിച്ചോണം. ഇത് നീ വിശ്വസിക്കണം. അല്ലാതെ രാവിലെ തൊട്ട് പരാതിപ്പെട്ടുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? പരാതിപ്പെട്ടുകൊണ്ടിരുന്നിട്ട് കാര്യം? അപ്പൊ ആ വീട്ടിൽ മൂകത, നിശബ്ദത, തളം കെട്ടിക്കിടക്കുന്ന ഇരുട്ടാണ്, സങ്കടമാണ്, ഭാരമാണ്. അങ്ങനെയുള്ള വീട്ടിലാണ് മറിയം ചെന്നിട്ട് സ്തോത്രഗീതം പാടിയത്. എന്ത് മനസ്സിലായി? നമുക്കൊരു ദൈവം ഉണ്ടെന്ന്. ആമേൻ, ആമേൻ. നമ്മൾ അനാഥരല്ല, നമുക്കൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ വാഗ്ദാനം നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. തക്ക സമയത്ത് പൂർത്തീകരിക്കപ്പെടും. ഓരോ വ്യക്തിയും അത് വിശ്വസിച്ച് ഏറ്റെടുക്കുക. യെസ്. ഈ ക്രിസ്മസിന്റെ അനുഗ്രഹീത നാളുകളിൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന 1ാമത്തെ വലിയ അഭിഷേകം എന്ന് പറയുന്നത് അത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനമാണ്. ഒന്ന് വായിച്ചാലോ? സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 21. 1-ാം അധ്യായം 21-ാം തിരുവചനം നമുക്ക് വളരെ പരിചിതമായൊരു വചനമാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ എന്ത് അഭിഷേകമാണെന്ന് നമുക്ക് പെട്ടെന്ന് വെളിപ്പെടും. അതുകൊണ്ടൊന്ന് ഒച്ചത്തിലൊന്ന് വായിച്ച് കേൾക്കാം. മത്തായി 1:21 വായിച്ചോ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. യെസ്, നീ അവന് യേശു എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്രിസ്മസിന്റെ അനുഗ്രഹീത നാളുകളിൽ തിരുവചനം നൽകുന്ന വലിയ ഒരു സമ്മാനം എന്താണെന്നറിയോ? നമുക്കൊരു പേര്, നമുക്ക് പ്രാർത്ഥിക്കാൻ,
നമുക്ക് വിളിക്കാൻ, നമുക്ക് ആശ്രയിക്കാൻ, നമുക്ക് നിലവിളിക്കാൻ സ്വർഗം നമുക്കൊരു പേര് തന്നിരിക്കുകയാണ്. ആ പേരേതാ? പറഞ്ഞേ. യേശു എന്നാണ് ആ പേര്. സ്വർഗത്തിൽ പറഞ്ഞേ, ആ പേര് പറഞ്ഞേ. ഈ പേര് വചനം എന്താ പറഞ്ഞത്? ഇത് ആര് കൊടുത്തിരിക്കുന്നതാണ്? സ്വർഗം കൊടുത്തൊരു പേരാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്നു പേരിടണം. എന്നിട്ട് എഴുതിയിരിക്കുന്ന വാക്കെന്താ? എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ആമേൻ, ആമേൻ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, സ്വർഗം തന്ന ഈ പേരിന് ചില അർത്ഥങ്ങളുണ്ട്. വെറുതെ ഒരു പേരല്ല, വെറുതെ ഒരു പേരല്ല. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഓരോ പേരുകളുണ്ട്, ഇല്ലേ? പേരില്ലേ? ചേച്ചിയുടെ പേരെന്താ? ജാൻസി എന്നാണ്. എന്താണ് അർത്ഥം? ജാൻസി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എന്തോ അർത്ഥമുണ്ട്. അമ്മച്ചിയുടെ പേരെന്നാ? മേഴ്സി. മേഴ്സി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കരുണ, അല്ലേ? കരുണയുണ്ടോ? ആയിക്കോട്ടെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരു പേരുണ്ട്. ഈ പേര് എന്ത് സൂചിപ്പിക്കുന്നു? ഈ പേര് ഒരാളുടെ സ്വഭാവത്തെയും അയാളുടെ വ്യക്തിത്വത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണ് ആവേണ്ടത്. പക്ഷെ നമ്മുടെ പലരുടെയും പേരും നമ്മുടെ സ്വഭാവം തമ്മിൽ വലിയ ചേർച്ചയൊന്നും ഇല്ല. സത്യമായും അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ, അല്ലേ? ഇപ്പം ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അച്ഛൻ്റെ പേരെന്നാ? എൻ്റെ പേരെന്താ? എൻ്റെ പേര് മാമൂദീസ പേരാണ് ഫ്രാൻസിസ്. എന്നാൽ എൻ്റെ പാസ്പോർട്ടിലും ആധാർ കാർഡിലൊന്നും ആ പേരല്ല, വേറെ ഒരു പേരാണ്. അതൊരു വ്യത്യസ്തമായ പേരാണ്. ആ പേര്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരി ചേർന്നു. ഞങ്ങൾ 28 സെമിനാരിക്കാർ, 1ാം വർഷം സെമിനാരിക്കാർ വന്നു ചേർന്ന് വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. റെക്ടർ അച്ഛൻ ഇരിക്കുന്നു, ബഹുമാനപ്പെട്ട ജോൺ കണിച്ചേരി അച്ഛൻ, അറിയാം, അച്ഛനാണ് റെക്ടർ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പരിചയപ്പെടുത്തുന്നു. ഞാൻ തോമസ്, നമ്മുടെ ബിനോയ് അച്ഛൻ, ബിനോയ്. ഇങ്ങനെ ഓരോരുത്തരും പേരൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ പേര് പറഞ്ഞു. പേര് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ചു. എനിക്ക് മനസ്സിലായില്ല, ഇവരെന്തിനിങ്ങനെ ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ റെക്ടർ അച്ഛൻ എന്നെ വിളിച്ച് മുറിക്കകത്തോട്ട് കൊണ്ടുപോയി ചോദിച്ചു, ബ്രദറിന് വേറെ പേര് വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, എനിക്കിതല്ലേ ഉള്ളൂ. അല്ല, മാമോദീസ പേര് വല്ലതും ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞ ഉണ്ട്, ഫ്രാൻസിസ് എന്നാണ് പേര്. അന്ന് ഇനി ആ പേര് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ ആ പേര് പറയുന്നു. എങ്കിലും എൻ്റെ ഒറിജിനൽ പേര്, ഇപ്പം നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഇതിയാൻ്റെ പേര് എന്നതാണാവോ, അല്ലേ? എനിക്ക് മനസ്സിലായി. എന്നിട്ട് അത് പറഞ്ഞ് എന്നെ കളിയാക്കാനാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വിഷമമില്ല, എനിക്ക് ഇഷ്ടമുള്ള പേരാ. അതായത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കളാണ്. അന്ധകാലം പേരിടുന്നതിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. സാധാരണ അവസാനം ഉണ്ടാവുന്ന കൊച്ചിനിടുന്ന പേരൊക്കെ ഉണ്ട്, അല്ലേ? അതായത് എൻ്റെ അപ്പനും അമ്മയും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 5 മക്കളെയാണ് അവർ സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചത്. അങ്ങനെ 5ാമത്തെ കുട്ടി ഉണ്ടായി. അതൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് അവർ അവസാനത്തെ കൊച്ച് കുഞ്ഞുമോൾ എന്ന് പേരിട്ടു. കുഞ്ഞുമോൾ അവസാനത്തെ കുട്ടി. അതോടുകൂടി ചരിത്രം തീർന്നു എന്ന് കരുതി. പക്ഷെ ചരിത്രം തീർന്നില്ല. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ദാണ്ട വീണ്ടും ഒരു പെൺകുട്ടി, 6ാമത്തെ കുട്ടി. ചേടാ, അവസാനത്തെ കുഞ്ഞ് ഇട്ടല്ലോ, ഇനി എന്നാ പേരിടും? അപ്പോൾ അവർ കണ്ടുപിടിച്ചു മിനിമോൾ. മിനി കഥ, ചെറുത്, അല്ലേ? അതോടുകൂടി ചരിത്രം അവസാനിച്ചു എന്ന് കരുതി ചരിത്രം തീർന്നില്ല. ദാണ്ടേ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ വേറെ ഒരെണ്ണം കൂടെ ജനിച്ചു. അതൊരാൺകുഞ്ഞാണ്. എന്ത് പേരിടും? അപ്പനും അമ്മയും കൂടെ വിഷമിച്ചു, അല്ലേ? കുഞ്ഞുണ്ണി മാഷ് അതിനെക്കുറിച്ചൊരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു നാട്ടിലൊരു കുഞ്ഞു പിറന്ന ആ കുഞ്ഞിനൊരു പേരിടണം. അപ്പൻ പേര് തപ്പി നാട് മുഴുവൻ നടന്നു, അമ്മ പേര് തപ്പി വീട് മുഴുവൻ നടന്നു. അവസാനം അപ്പൻ കുഞ്ഞെ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തെത്തി, അമ്മ മോനെ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തെത്തി. അങ്ങനെ കുഞ്ഞുമോൻ എന്നൊരു പേര് കിട്ടി. അപ്പോൾ എൻ്റെ പേര് കുഞ്ഞുമോൻ എന്നാണ്. പട്ടം കിട്ടി. ആദ്യ നാളുകൾ ഇവിടെ ഉള്ളപ്പോഴാണ് പാസ്പോർട്ട് എടുത്തത്. പാസ്പോർട്ടിലെ പേര് കുഞ്ഞുമോൻ.
പോലീസ് വെരിഫിക്കേഷന് വേണ്ടി റിസപ്ഷനിൽ വന്ന് അന്വേഷിച്ചു. റിസപ്ഷനിലിരിക്കുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ റിസപ്ഷനിലെ പെൺകുട്ടിയും പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. പോലീസ് തിരിച്ചുപോയി. ഞാൻ പോയി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുവാണ്. സാറേ, അത് ഞാനാണ് സാറേ, അത് ഞാനാണ് സാറേ. ഇതൊക്കെ എന്തിനാ ഇവിടെ പറഞ്ഞെന്നറിയോ? സ്വന്തം പേരിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നാണക്കേടുണ്ടെങ്കിൽ അത് വേണ്ട. നല്ല ഒന്നാന്തരം പേരാ. എൻ്റെ നാട്ടിലൊക്കെ എന്നെ വിളിക്കുന്ന കുഞ്ഞുമോനെന്നാണ്. ഞാനിത് പറയാൻ കാരണം പേര് പറയാനല്ല, മറിച്ച് ഒരു പേരെന്ന് പറഞ്ഞാൽ അത് വിളിക്കുന്നത് ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മൾ ജാൻസി എന്ന് വിളിക്കുമ്പോൾ ജാൻസി തിരിഞ്ഞു നോക്കും. മേഴ്സി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് മേഴ്സി തിരിഞ്ഞു നോക്കും. കാരണം ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ്. സ്വർഗം അങ്ങനെ തന്ന ഒരു പേരാണ് ഏത്? യേശു എന്ന പേര്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതുപോലെ സാധാരണപ്പെട്ട് വിളിക്കുന്ന പോലെയല്ല പേരിൻ്റെ പ്രത്യേകത. എന്തെങ്കിലും പേരിടണ്ടെന്ന് ഓർത്തുകൊണ്ട് അവസാനത്തതല്ലേ കുഞ്ഞ്, മിനി, അങ്ങനെയല്ല ഇത്. മറിച്ച് സ്വർഗം ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ വെളിപ്പെടുത്തിയൊരു പേരാണ്. സാധാരണഗതിയിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ലേ പേരിടുന്നത്, അല്ലേ? പക്ഷേ ഈശോയുടെ പേരിട്ടത് യേശു ജനിക്കുന്നതിന് മുമ്പേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പേര് എന്ന് പറയുന്നത് നമ്മുടെ പേര് പോലെയല്ല. വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന, ദൗത്യത്തെ സൂചിപ്പിക്കുന്ന, സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് പേര്. 3 കാര്യങ്ങൾ. ഒരാളുടെ പേഴ്സണാലിറ്റിയെ സൂചിപ്പിക്കുന്നു, അയാളുടെ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, ദൗത്യത്തെ സൂചിപ്പിക്കുന്നു, അയാളുടെ ജീവിത നിയോഗത്തെ, സ്വഭാവ രീതികളെ സൂചിപ്പിക്കുന്നതാണ് പേര് എന്നുള്ളത്. ബൈബിളിലെ പേരുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കൂ. സാമുവേൽ, സാമുവേൽ എന്താ വാക്കിന്റെ അർത്ഥം? ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങി എന്നാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങി, അല്ലേ? ഓരോ പേരുകളും എടുത്ത് വായിച്ചു നോക്കൂ. ആ പേരിന്റെ പിന്നിൽ ഒരു അർത്ഥമുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നമ്മുടെ മുമ്പിൽ വിളിക്കാൻ, ആശ്രയിക്കാൻ, കരയാൻ, നമുക്ക് ചേർത്ത് പിടിക്കാൻ ഒരു പേര് തന്നിരിക്കുവാണ്. എന്താണ് ആ പേര്? ഒച്ചത്തിപ്പറ. യേശു എന്നാണ് പേര്. യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെബ്രായ ഭാഷയിൽ യേശുവ. പറഞ്ഞേ, യേശുവ, യേശുവ. യേശുവ എന്ന വാക്കിന്റെ അർത്ഥം യാഹ്വേ രക്ഷിക്കുന്നു, യാഹ്വേ രക്ഷിക്കുന്നു, രക്ഷകൻ, രക്ഷകൻ. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 21-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 21. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 21-ാം തിരുവചനം വായിച്ചോ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കണ്ടോ, കണ്ടോ ചേച്ചി, ശ്രദ്ധിച്ചേ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ കിട്ടുന്നു, രക്ഷ പ്രാപിക്കുന്നു. അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് രക്ഷ ലഭിക്കുമെന്ന് തിരുവചനം നമുക്ക് ഉറപ്പ് നൽകിയാണ്. റോമാലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം വായിച്ച്. 13-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 13. 13-ാം തിരുവചനം വായിച്ച്. 10-13 വായിച്ചോ. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കണ്ടോ, എല്ലാവരും രക്ഷ പ്രാപിക്കും. അതിന് തൊട്ട് മുമ്പുള്ള ആ സെന്റൻസ് ഒന്നും കൂടെ വായിച്ചേ ചേട്ടാ. തൊട്ട് മുമ്പുള്ള വാചനം വായിച്ചേ. 13-ാം വചനത്തിന് തൊട്ട് മുമ്പ് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചേ. കിട്ടിയോ? തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കും. ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അനുഗ്രഹീത ദിനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെറുതെ അവിചാരിതമായിട്ട് വിളിക്കുന്നൊരു പേരല്ല യേശുവേ എന്നുള്ള പേര്, മറിച്ച് സ്വർഗം സമ്മാനിച്ച പേരാണെന്ന്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 31-ാം തിരുവചനം വായിച്ചേ. ലൂക്ക് 1:31. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 31-ാം തിരുവചനം. അറിയാവുന്ന വചനം വായിച്ചോ. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചിട്ടൊന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചേ. പോരാ, ചങ്ക് കീറി വിളിച്ചേ.
എല്ലാവരും കൂടെ ഒച്ചത്ത് വിളിച്ചേ യേശുവേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, ഈ യേശുവേ എന്ന് വിളിക്കുമ്പോട്ടല്ലോ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മിൽ സംഭവിക്കും. നമുക്ക് രക്ഷ കിട്ടുമെന്ന്, നമ്മൾ രക്ഷപ്പെടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ പേര് വിളിക്കുന്നത് പോലെയല്ല, യേശുവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചു കൊള്ളണം, അത് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ അത്ഭുതകരമായ ദൈവീക ഇടപെടലുകളാണ് സംഭവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയാൻ മാത്രമുള്ള അനുഭവങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. യേശുവേ എന്ന് വിളിച്ച് വിളിച്ച് എന്തോരം അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അല്ലേ? ഇഷ്ടം പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും. അതുകൊണ്ടാണ് ധ്യാന ശുശ്രൂഷയിലെ കണ്ടിട്ടില്ലേ, നമ്മൾ വേറെ ഒന്നുമല്ല, കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. എന്തിനങ്ങനെ വിളിക്കുന്നത്? അങ്ങനെ വിളിക്കുമ്പോൾ, ആ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ വിടുതൽ സംഭവിക്കും. ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ? പൈശാചിക പീഡകൾ വിട്ടുമാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ, ശ്രദ്ധിച്ചേ, നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പീഡയുണ്ടെങ്കിൽ, ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര അടി, രാത്രി ഒരു 11 മണിയായപ്പോൾ ഫോൺ കോൾ ചെയ്തിരിക്കുക. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെയാണ്. ആ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എത്രയും വേഗം ഇവിടെ വരണം. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ അവിടം വരെ എത്തും? ഇവിടുന്ന് ഒരു 4 മണിക്കൂർ യാത്ര ചെയ്യണം. എനിക്ക് പരിചയമുള്ള കുടുംബം. അപ്പം അവർ ആ പരിചയ സ്വാതന്ത്ര്യം കൊണ്ട് പറയുക, അച്ഛൻ എത്രയും വേഗം ഇവിടെ എത്തണം, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ഒന്നില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാവും, ഇല്ലെങ്കിൽ ഞാൻ ഇവളെ വെട്ടി എരിഞ്ഞു കൊല്ലും. ഭാര്യനെ വെട്ടി എരിഞ്ഞു കൊല്ലുമെന്ന്. ഇവരെ കണ്ടാലുണ്ടല്ലോ ചക്കരയും അടയും, നല്ല സ്നേഹമുള്ളവരാ. പക്ഷെ വഴക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അപ്പൊ ആരെങ്കിലും ചെന്ന് ഈ രാത്രിയിൽ ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം. ഞാൻ പറഞ്ഞു, സഹോദരാ, വിഷമിക്കല്ലേ, ഭാരപ്പെടല്ലേ, ആത്മഹത്യയല്ലല്ലോ വഴി, വെട്ടിക്കൊല്ലുന്നതല്ലല്ലോ വഴി. നമ്മൾ അങ്ങനെയല്ലല്ലോ പഠിച്ചിരിക്കുന്നത്. അച്ഛാ, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഞാൻ ചെയ്തു പോകും. ഞാൻ പറഞ്ഞു, സഹോദരാ, ഇവിടുന്ന് അവിടം വരെ വരവൊന്നും നടക്കത്തില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ജീവിക്കണോ, മുമ്പോട്ട് നീങ്ങണോ? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളവരൊന്നും അല്ല കേട്ടാ, 35 വർഷം കഴിഞ്ഞു. 35 വർഷം കഴിഞ്ഞു. മൂത്തമാൻ്റെ കല്യാണം കഴിഞ്ഞു, രണ്ടാമത്തതിൻ്റെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളവരാ. 35 വർഷം. ചേച്ചിയെക്കുറിച്ച് അല്ലെന്ന് ചേച്ചി വിചാരിച്ചു, ദൈവമേ എന്നെക്കുറിച്ച് എങ്ങനെ ഇവിടെ അറിഞ്ഞു? അല്ലെന്ന്, ഇവിടെ 4 മണിക്കൂർ യാത്ര ചെയ്യണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ചേട്ടാ വിഷമിക്കല്ലേ, നിങ്ങളുടെ പരിശവും ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലായി, അത്രയും പ്രശ്നം ഉണ്ടെന്നറിയാം. ഒരു കാര്യം ചെയ്യൂ. എന്നതാ ചെയ്യേണ്ട അച്ഛാ? അച്ഛൻ പ്രാർത്ഥിക്കാനൊന്നും പറയരുത്, എനിക്ക് പ്രാർത്ഥനയൊന്നും കിട്ടത്തില്ല, ഈ സമയത്ത് പ്രാർത്ഥനയൊന്നും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയൊന്നും വേണ്ട, ശാന്തമായിട്ടിരുന്നേ, ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, യേശു. ഞാൻ പറഞ്ഞു, സഹോദര പറ യേശു. ഫോണിൽ കൂടെ യേശു ഇങ്ങനെ സാവധാനം പറ, യേശുവിൻ്റെ പേര് പറയൂ. ഈ സഹോദരൻ ആദ്യം ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ കുറഞ്ഞു. ഒരു 10-15 തവണ ഈ യേശുവിൻ്റെ നാമം അതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ വ്യത്യാസം മനസ്സിലായി. അദ്ദേഹം ശാന്തമാകാൻ തുടങ്ങി. വെട്ടിക്കൊല്ലണം, തൂങ്ങിച്ചാവും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് യേശുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം രക്ഷിക്കുന്നവനെന്നാണ്. നിന്റെ ജീവിതത്തിൽ നിന്നെ രക്ഷിക്കുമെന്ന്, നിന്നെ പീഡിപ്പിക്കുന്ന പൈശാചിക പീഡകളിൽ നിന്ന് നിന്നെ രക്ഷിക്കുമെന്ന്. വായിച്ചേ, ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 17-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 17. 10-ാം അധ്യായം 17-ഉം 18-ഉം വായിക്കണം. ആദ്യം 17-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ലൂക്ക 10-ാം അധ്യായം 17-ാം വചനം വായിച്ചോ? കിട്ടിയോ? ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 17-ാം തിരുവചനം കിട്ടിയില്ലേ? 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കിക്കേ, നിവർന്നിരുന്നേ, ഇങ്ങോട്ട് നോക്കിക്കുന്നു. നിന്റെ നാമത്തിൽ പിശാചുക്കൾ കീഴ്പ്പെടുന്നു. ആമേൻ പറഞ്ഞേ, ആമേൻ, ആമേൻ. ഇതെന്തിനാ പഠിക്കണമെന്നറിയോ? ഇന്ന് ശുശ്രൂഷ കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നീ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്താ? പ്രാക്ടീസ് ചെയ്യേണ്ടത് യേശുവേ എന്നുള്ള നാമം. നമ്മൾ വീട്ടിലൊക്കെ വീട്ടിലോട്ടുള്ള യാത്ര, വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ യേശുവേ എന്നുള്ള നാമം പറഞ്ഞു ചെയ്യണം.
ഭാരപ്പെടുത്തുന്ന അനേക കാര്യങ്ങളുണ്ട്. ഈ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെ നമുക്ക് അനായാസമായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവനെ വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക പീഡകൾ വിട്ടുമാറും. പൗലോസ്ലീഹ ഒന്ന് വായിച്ചേ, അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 18-ാം തിരുവചനം. പൗലോസ്ലീഹ ഒരു പൈശാചിക പീഡയുള്ള ഒരു പെൺകുട്ടിയെ ശാസിക്കുന്ന വചനഭാഗം ഉണ്ടെന്ന് വായിച്ചാലോ. സെന്റ് പോൾസ് ലെറ്റർ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, കേട്ടോ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം, 16-18. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. യെസ്, പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹായെ അസഹ്യപ്പെട്ടു. ഒരാളുടെ പ്രവൃത്തി അസ്വസ്ഥപ്പെടുത്തുന്നു. നിന്റെ വീട്ടിൽ നിനക്ക് അസ്വസ്ഥതയുണ്ടോ? ഉണ്ടോ? ആര് വഴി അസ്വസ്ഥത? അതിപ്പോ എങ്ങനെയാ പറയണേ? അസ്വസ്ഥതയുണ്ടച്ചാ, ഉണ്ടച്ചാ, അസ്വസ്ഥതയുണ്ടെന്ന്. നമ്മളെ പലരും അസ്വസ്ഥപ്പെടുത്തും. നമ്മളപ്പോൾ എന്തു ചെയ്യും? നമ്മളപ്പോൾ അവരെ കൈകാര്യം ചെയ്യും, അല്ലേ? നമ്മൾ അവരെ കൈകാര്യം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട ചേട്ടാ, ചേച്ചി, ഇങ്ങോട്ട് നോക്കിക്കേ. നിന്നെ അസഹ്യപ്പെടുത്തുന്നവർ, അസ്വസ്ഥപ്പെടുത്തുന്നവരെ നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നേ? പൗലോസ്ലീഹ പറയുന്ന ഒരു ടെക്നിക്ക് എന്താണെന്നറിയോ? ഈ അനുഗ്രഹീത ദിനങ്ങളിൽ നീ പ്രാക്ടീസ് ചെയ്യേണ്ട ടെക്നിക്ക് എന്താണെന്നറിയോ? നീ യേശുവിന്റെ നാമത്തിൽ ആ അസ്വസ്ഥതയുടെ ദുരാത്മാവിനെ ബന്ധിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. അത് അസ്വസ്ഥപ്പെടുത്തുന്നത് ഒരു പൈശാചിക പീഡയാണ്. അത് പൈശാചിക പീഡയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബത്തിന്റെ പ്രത്യേകത നല്ല സ്നേഹമാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കിയ പിടിച്ച കിട്ടൂല. അപ്പൊ ഓർത്തോണം, ഇവരെ തമ്മിൽ തെറ്റിക്കുന്നത് ആരാ? പിശാചാണെന്ന്. നിന്റെ വീട്ടിൽ പരസ്പരം വഴക്കുണ്ടാക്കുന്നത് പൈശാചിക പീഡയാണ്, പൈശാചിക പീഡയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളോട് യുദ്ധം ചെയ്യുന്നവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അതല്ല വേണ്ടത്. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പൈശാചിക പീഡയെ ബന്ധിക്കണം. നമ്മൾ യുദ്ധം ചെയ്യുന്നവരോട് എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? ഇപ്പൊ ഭർത്താവിന്റെ സ്വഭാവ രീതികൾ, അയാളോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ചെയ്യേണ്ടത് എന്താണ്? ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസ്ലീഹ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പഠിപ്പിക്കുകയാണ്. യേശുവിന്റെ നാമം പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും. ഈ കഴിഞ്ഞ നാളിൽ ഗൾഫിലെ ഒരു രാജ്യത്തൊരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ വളരെ കഷ്ടതയിലാണ് കഴിയുന്നത്, പുറത്തു പറയാൻ പറ്റുന്നില്ല, അത്രമേൽ വലിയ ഭാരം. ചോദിച്ചു വന്നപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധം. അച്ഛാ, ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഭർത്താവിന് വേറെ പണിയൊന്നുമില്ല, ഭർത്താവ് ആ സ്ത്രീയുമായിട്ട് കൂട്ടുകെട്ട്. അച്ഛാ, ഇത് ഞങ്ങളുടെ കുടുംബ ബന്ധത്തെ തകർക്കുന്നു, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ നശിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി, ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അച്ഛാ, ഞങ്ങൾ തമ്മിൽ കലഹത്തിലാണ്. ഇപ്പൊ 2 മുറിയിലാണ് കിടക്കുന്നത്. ഞങ്ങൾ പരസ്പരം മിണ്ടാറില്ല. മക്കളെ ഓർത്ത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. തീക്കകത്താ അച്ഛാ കഴിയുന്ന, തീക്കകത്ത്. നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല സന്തോഷം, സ്നേഹം. എന്നാൽ 2 പേരും 2 മുറിയിലാണ്, പരസ്പര സംസാരമില്ല, തീക്കകത്താണെന്ന്. ഞാൻ ചോദിച്ചു, സഹോദരി, ഈ ഭർത്താവിനോട് യുദ്ധം ചെയ്തുകൊണ്ട് എത്ര നാൾ ജീവിക്കും? എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അപ്രകാരം ജീവിത പങ്കാളിയോ മക്കളോ നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്കൊരു ഭാരത്തിലാണെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയോട് യുദ്ധം ചെയ്യുന്നതിന് പകരം ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് സൗഖ്യം അനുഭവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസ്ലീഹ എന്ത് ചെയ്തു? വചനം പഠിപ്പിക്കുന്നതാണ്. പൗലോസ്ലീഹ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അല്ലേ? വചനം
18-ാം തിരുവചനം, പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് കർത്താവിന്റെ മുമ്പിൽ നമ്മൾ വിശ്വസിച്ച് ആ മേഖലകളൊന്ന് സമർപ്പിക്കാൻ പോകും. 2 കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഈ ശുശ്രൂഷ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബത്തിലോ ഏതെങ്കിലും തിന്മയുടെ നാരക ശക്തികൾ നിങ്ങളെ പീഡിപ്പിക്കുന്നെങ്കിൽ ഇതാ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ആജ്ഞാപിച്ച് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ്ലീഹ ആജ്ഞാപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവളിലെ ദുഷ്ടാത്മാവ് വിട്ടുപോയതുപോലെ ഈ ശുശ്രൂഷ സമയത്ത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിന്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന, നിന്റെ വ്യക്തി ജീവിതത്തെ നശിപ്പിക്കുന്ന, നിന്റെ ബന്ധങ്ങളെ പീഡിപ്പിക്കുന്ന സകല പൈശാചിക ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയപ്പെടും, കെട്ടുകൾ അഴിയപ്പെടും, ദൈവശക്തി വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ സകല പൈശാചിക പീഡകളും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കപ്പെടട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. ഓ കർത്താവേ, വിശ്വസിക്കുന്നു. യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ സകല തിന്മയുടെ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് കാലാകാലങ്ങളായി പീഡിപ്പിക്കുന്ന സകല തിന്മയുടെ കെട്ടുകളും അഴിയട്ടെ. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. പൈശാചിക പീഡകളെ ആജ്ഞാപിച്ച് പുറത്താക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന പൈശാചിക ശക്തികളെ ഇതാ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് പുറത്താക്കുന്നു. സംശയ രോഗത്തെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. തടസ്സങ്ങളെ ബന്ധിച്ച് പുറത്താക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കൈകളടിച്ച് 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച പോരാ. ആമേൻ. യേശുവിന്റെ നാമത്തില് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതകരമായ രക്ഷ അനുഭവിക്കപ്പെടട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. യേശുവേ, ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള അഭിഷേക അധികാരത്താൽ ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിന്റെ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഇരുന്നേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും അത്ഭുതകരമായ വിടുതലും അത്ഭുതകരമായിട്ടുള്ള രക്ഷയും അനുഭവിക്കാം. നമുക്ക് വിളിക്കാൻ, നമുക്ക് ആശ്രയിക്കാൻ, നമുക്ക് ചേർത്ത് പിടിക്കാൻ, നമുക്ക് കരയാൻ ഒരു പേരുണ്ട്. ആ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന 2ാമത്തെ അഭിഷേകം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനമാണ്. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1:12. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം. 12-ാം തിരുവചനം വായിച്ചോ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഒന്നും കൂടെ വായിച്ചേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. 12-ാം തിരുവചനമാണ്. 11-ാം തിരുവചനം ഒന്ന് ശ്രദ്ധിച്ചേ. 11-ാം തിരുവചനം. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. എന്നാൽ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഈ നാളുകളിൽ നമുക്ക് നൽകുന്ന വലിയൊരു അഭിഷേകത്തെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്. തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവിടുന്ന് കൃപ നൽകി. ഹല്ലേലൂയ. നമ്മൾ ആരാണ്? പറ, ഒച്ചത്തിപ്പറ, അല്പം കൂടെ ഒച്ചത്തിപ്പറ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ
ദൈവം മനുഷ്യനായി, അല്ലേ? ദൈവം മനുഷ്യാവതാരം സ്വീകരിച്ചു. അതാണ് ക്രിസ്മസ്. എന്നാൽ ഇത് ദൈവം ചെയ്ത ഭാഗം, അതൊരു ഫസ്റ്റ് പാർട്ടാണ്. ദൈവം ചെയ്ത് ദൈവം മനുഷ്യനായി നമ്മളോടൊപ്പം, അതിനെയാണ് ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്നാ ചെയ്യാനാ? ഞങ്ങൾ ക്രിസ്മസിന് നക്ഷത്രം തൂക്കി, പുൽക്കൂട് ശരിയാക്കി, കേക്ക് കൊടുത്തു, കേക്ക് തിന്നു. ഞങ്ങൾ എന്നാ ചെയ്യാനാ? നമ്മൾ മനുഷ്യർ എന്താവണം? ദൈവമക്കൾ. ഇപ്പൊ നമ്മൾ സാധാരണക്കാരല്ലേ? നമ്മൾ എന്താവണം? ദൈവത്തിന്റെ മകനാവണം, മകളാവണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്മസ് അങ്ങനെയെങ്കിലേ ക്രിസ്മസ് ആകത്തുള്ളൂ. നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവമക്കളായിട്ട് മാറണം. നമ്മൾ ദൈവമക്കളായിട്ട് മാറണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 26, 3-ാം അധ്യായം അതിന്റെ 26-ാം തിരുവചനം വായിച്ചാലോ? 3:26 നല്ല വചനമാണ്, വായിച്ചോ കേട്ടോ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 26-ാം തിരുവചനം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 4-ാം അധ്യായം 5, 6, 7 ഒന്നും കൂടെ വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 5, 6, 7. 4-ാം അധ്യായം 5, 6, 7 വായിക്കാം. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. നെക്സ്റ്റ് സെന്റൻസും കൂടെ വായിച്ചേ. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിമേൽ നീ ദാസനല്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ഇനിമേൽ നീ ദാസനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിമേൽ നീ മറ്റുള്ളവരുടെ അടിമയല്ല. അതും കൂടെ പറഞ്ഞു കൊടുത്തേ. ഇനിമേൽ നീ അടിമയല്ല. നമ്മൾ പലതിനും അടിമകളാണ്, അല്ലേ? ഒരുപക്ഷെ മറ്റുള്ളവർ പറഞ്ഞൊരു വാക്കായിരിക്കും നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അയ്യോ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീ ആ വാക്കുകൾക്ക് അടിമയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലകളിൽ സംഭവിച്ച ഏതെങ്കിലും സംഭവങ്ങൾ നിന്നെ അടിമപ്പെടുത്താം. ഇന്നലകളിൽ സംഭവിച്ച ഏതെങ്കിലും കാര്യങ്ങൾ അത് നീ ഓർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ പറ്റിയല്ലോ, അല്ലേ? നീ അടിമയായി പോകും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്താണ്? ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, അടിമയല്ല, പിന്നെയോ പുത്രനാണ്. നീ പുത്രിയാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ആമേൻ, ആമേൻ. തിരുവചനം നിന്റെ മുമ്പിൽ വെച്ച് നീട്ടുന്നത് വലിയൊരു സൗഭാഗ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരു സ്ഥാനം ഉണ്ടെന്ന്, നമുക്കൊരു വിലയുണ്ടെന്ന്, നമ്മൾ നിസ്സാരക്കാരല്ലെന്ന്. നമ്മൾ ആരാണ്? പറഞ്ഞേ. ആ ദൈവമകൾ ഉറങ്ങി ഉരുണ്ട് വീഴും. അങ്ങോട്ട് നോക്കല്ല, ഇങ്ങോട്ട് നോക്ക്. നമ്മൾ ആരാണ്? ദൈവമക്കളാണെന്ന്. നമ്മൾ ദൈവമകനാണ്, ദൈവമകളാണ്. ദൈവമകനും ദൈവമകൾക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. മക്കൾക്ക് അപ്പന്റെ സ്വത്തിൽ അവകാശമില്ലേ? ഉണ്ടോ? ഉണ്ടല്ലോ. അതല്ല പല വീട്ടിലെയും പ്രശ്നം, അല്ലേ? അതല്ല വലിയ വീട്ടിലെ പ്രശ്നം. കല്യാണം കഴിച്ച് പോയി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ചിന്ത,
അപ്പൻ്റെ സ്വത്ത് ഒത്തിരി ഉണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല കാര്യമായിട്ട്. ഇപ്പം പോയി ചോദിക്കാം, നിയമം എനിക്ക് അനുവാദമുണ്ട് അല്ലേ. ഇപ്പം ചെല്ലുക, വീട്ടിലെ ഭർത്താവ് പിരികേറ്റി വിടും, എടി ചെല്ലടി. അയ്യോ ചേട്ടാ കല്യാണം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞ് ഇനി എന്നാന്നും പറഞ്ഞ് ചെല്ലും. അല്ലടി ഇപ്പം ചെല്ല്, നമുക്ക് അല്ലെങ്കിൽ കോടതി കേസ് കൊടുക്കാം. എന്നാൽ അപ്പോഴത്തേക്ക് ചെടുത്തി പയ്യെ സാവധാനം ചെല്ലും അല്ലേ. അവിടുന്ന് കുറേ തെറി കേൾക്കും, തിരിച്ചു പോരും. അപ്പോൾ ഭർത്താവ് പറയും ഇത് കിട്ടിയില്ലെങ്കിൽ നീ വരണ്ട, നീ അവിടെ പോയി നിന്നോ. അയ്യോ എന്തെല്ലാം കേസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇഷ്ടം പോലെ കേസുകളാണ്, ഇഷ്ടം പോലെ കേസ്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാ കേസല്ല. നീ ദൈവമകനാണ്, ദൈവമകളാണെങ്കിൽ നിനക്ക് അപ്പൻ്റെ സ്വത്തിൽ അവകാശമുണ്ട്. അപ്പൻ സ്വർഗസ്ഥനായ പിതാവ് നിനക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ചേട്ടൻ ചിന്തിക്കുവാണ്, എനിക്ക് സാമ്പത്തിക പിരിമുറുക്കം, എന്ത് ചെയ്യും, കടബാധ്യത, വലിയ ഭാരം തലയ്ക്കകത്ത് ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുക. ഓർത്തെ, ഈ സമ്പത്തിൻ്റെ ഉടയവൻ ആരാ? ദൈവമല്ലേ. നിനക്കൊരപ്പനില്ലേ? അപ്പൻ്റെ കയ്യിൽ നിനക്ക് ആവശ്യമുള്ള സമ്പത്തുണ്ടല്ലോ. നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാ, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. നീ നിൻ്റെ അപ്പനോട് പറയുമ്പോൾ, നിൻ്റെ അപ്പൻ്റെ സാന്നിധ്യം സ്വീകരിക്കുമ്പോൾ നിൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടും. ആമേൻ, ആമേൻ. അതല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, നിന്നെ കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഒരു ഉറപ്പ്, ഈ ദിവസങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട ഉറപ്പ് എന്നാണെന്നറിയാവോ? എൻ്റെ അപ്പൻ സകലത്തിൻ്റെയും അധിപനായ ദൈവമുണ്ട്. പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണേ, പിന്നെ ഞാൻ എന്തിനാ സങ്കടപ്പെടണേ? എനിക്കൊരപ്പനുണ്ട്. ശ്രദ്ധിപ്പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും വിഷയങ്ങളിൽ അടിമപ്പെട്ട് ഭാരപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഈ തിരുവചന ശുശ്രൂഷയിൽ കർത്താവ് തരുന്ന ഏറ്റവും വലിയ കൃപ എന്താ? ആ അടിമത്തത്തിന്റെ നുകത്തെ നീ ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് നിനക്ക് കിട്ടുന്ന ഈ വലിയൊരു സ്ഥാനം, ഞാൻ ദൈവമകനാണ്, ദൈവമകളാണ്, ഈ വലിയൊരു സ്ഥാനം അംഗീകരിക്കാനുള്ള വലിയൊരു കൃപ. ഇത് അംഗീകരിക്കുമ്പോൾ ഏതെങ്കിലും മേഖലകൾ ഒരു വിശുദ്ധീകരണം വേണമെങ്കിൽ അത് നീ ഏറ്റെടുക്കണം. നീ അത് ഏറ്റെടുക്കുന്നതനുസരിച്ച് അത് നിന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനാണ് ശ്രദ്ധിച്ചേ, നമ്മൾ കുമ്പസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പാപമേഖലകൾ നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ദൈവമക്കളുടെ വലിയൊരു സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള അടിമത്തങ്ങളൊക്കെ പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്മസ് അല്ലേ? കുമ്പസാരിച്ചോ? നല്ല കുമ്പസാരമൊക്കെ നടത്തി വേണം ഈ തിരുപ്പിറവി ആഘോഷിക്കാൻ. എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന നമ്മൾ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചാടി എഴുന്നേറ്റ് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. പോരാ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. ദൈവമകനാണ്, ദൈവമകളാണ്. ഞാൻ ദൈവമകനാണ്, ഞാൻ ദൈവമകളാണ്. ഓരോ വ്യക്തിയും പറഞ്ഞേ, ഞാൻ ദൈവമകനാണ്, ദൈവമകളാണ്. പറഞ്ഞേ, യെസ്, ഞങ്ങൾ ദൈവമക്കളാണ്, ഞങ്ങൾ ദൈവമക്കളാണ്. പറഞ്ഞേ, ഞങ്ങൾ ദൈവമക്കളാണ്, ഞങ്ങൾ ദൈവമക്കളാണ്. അങ്ങനെ ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ വലിയൊരു സൗഖ്യം കിട്ടും. അങ്ങനെ പറയുമ്പോൾ അർത്ഥം എന്നാണെന്നറിയോ? നമ്മൾ ആരുടെ മക്കളല്ല. കേട്ടില്ല? സാത്താന്റെ മക്കളല്ലെന്ന്. നമ്മൾ സാത്താന്റെ മക്കളല്ല, നമ്മൾ ദൈവമക്കളാണ്. ഇത് പ്രഖ്യാപിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ചിലർ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? കുഴപ്പമുണ്ടോ? എന്താ കുഴപ്പം? ഓർത്താ മതി. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, കണ്ണടച്ചോ. ഇത് ദൈവം തരുന്ന വലിയൊരു സ്ഥാനമാണ്. ദൈവമകനാവാൻ, ദൈവമകളാവാൻ ദൈവം നിനക്ക് വേണ്ടി ഉയർത്തിയൊരു സ്ഥാനമാണ്. ഈ ദിവസങ്ങൾ നീ ശ്രദ്ധിക്കണം. സ്വർഗം നിനക്ക് വേണ്ടി വലിയ കൃപ തന്നതാണ് യേശു എന്ന വ്യക്തി. സ്വർഗം, ദൈവപുത്രൻ ഇതാ നിന്റെ പക്കലേക്ക് മനുഷ്യാവതാരം ചെയ്തപ്പോൾ നിന്റെ ഭാഗത്തുനിന്ന് നീ എടുക്കേണ്ട നിലപാടാണ്, ഇതാ എൻ്റെ ജീവിത വഴികളിൽ എനിക്ക് ചില മാറ്റങ്ങൾ ഞാൻ വരുത്തണം. ഓരോ വ്യക്തിയും ചിന്തിച്ച്, ദൈവമകനാകാൻ, ദൈവമകളാവാൻ എൻ്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും മേഖലകൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ ആ മേഖലകൾ ശ്രദ്ധിക്കണം.
കർത്താവെ, ആ മേഖലകൾ മുഴുവൻ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. എന്നെ പൈശാചികമായി പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അഴിയണം. ഒരു ദൈവമകനാകാൻ, ദൈവമകളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിന് നാമം വിളിച്ച് സ്വരമുയർത്തി എല്ലാവരും വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി വിളിക്കുന്നു. കയ്യടിച്ചേ, കയ്യടിച്ചേ, കണ്ണുകളടച്ച് കയ്യടിച്ചേ, ശക്തിയോടെ കയ്യടിച്ചേ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ സ്വഭാവത്തെ കർത്താവ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സ്വഭാവത്തിൽ ഏതൊക്കെ മേഖലകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ ആ മേഖലകളെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി നൽകണമേ. നല്ല കുംഭസാരം നടത്താൻ, നല്ലൊരു അനുതാപ ശുശ്രൂഷയ്ക്ക് കർത്താവ് ഞങ്ങൾ ഒരുക്കണമേ. ഈ അനുഗ്രഹീത നാളുകളിൽ ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയരാൻ ഞങ്ങൾക്കൊരു അപ്പനുണ്ടെന്ന് വിശ്വസിച്ച് ബോധ്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ബലം നൽകണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ആമേൻ. യെസ്. ആമേൻ. ആമേൻ. യേശുവേ, നിനക്കായിട്ട് തുടിക്കുന്നു. ആമേൻ. എല്ലാവരും ആമേൻ. പഠിക്കേ. അവനല്ലോ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ആമേൻ. നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക, സ്വയം വിശുദ്ധീകരിക്കുക. ദൈവ മക്കളാണ് എന്നുള്ള വലിയൊരു സ്ഥാനം ഏറ്റെടുത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ വലിയ അഭിഷേകം എന്ന് പറയുന്നത് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 45. ഒന്ന് തുറന്നു വായിച്ചേ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഒന്ന് പറഞ്ഞേ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആമേൻ, ആമേൻ. ഇങ്ങോട്ട് നോക്കിക്കേ. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. ആമേൻ, ആമേൻ. നിന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. ആമേൻ, 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 ആമേൻ. ഇത് വിശ്വസിച്ചോണം. യെശയ്യായുടെ പ്രവചനം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയ ഒരു പ്രവചനമുണ്ട്. ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 7 വേഴ്സ് 14. 7-ാം അധ്യായം 14-ാം തിരുവചനം വായിച്ചോ. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യെസ്. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇവിടെ ശ്രദ്ധിച്ചേ. ഇത് യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനമാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത്. ഇത് വചനം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയോ? ഇവിടെ ഇരിക്കുന്ന
നമുക്കെല്ലാവർക്കും വേണ്ടി ഇഷ്ടം പോലെ വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങൾ സംഭവിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ഇത് ഓരോരുത്തരും ഏറ്റെടുക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ശുശ്രൂഷ സമയത്ത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇടപെടും. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു ഭാരം, ഇടപെടുന്നില്ലല്ലോ, ഒരു വർഷം കഴിഞ്ഞല്ലോ, ഇത്രയും നാളായിട്ടൊന്നും നടക്കുന്നില്ലല്ലോ അല്ലേ? നീ ഓർക്കേണ്ട കാര്യം എന്നാണെന്നറിയോ? നീ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം, ഇത് തക്ക സമയത്ത് പൂർത്തീകരിക്കപ്പെടും. ആമേൻ, ആമേൻ, ആമേൻ. ഈ അനുഗ്രഹീത നാളുകളിൽ തിരുവചനം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ശ്രദ്ധിച്ചു പഠിച്ചോണം. കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ആമേൻ, ആമേൻ. നിന്റെ കൺവെട്ടത്ത് അത് പൂർത്തീകരിക്കപ്പെടും. ആമേൻ, ആമേൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ 8500-ലധികം, മോർ ദാൻ 8500 വാഗ്ദാനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 8500-ലധികം വാഗ്ദാനങ്ങളുണ്ട്, പ്രോമിസസ്. ഈ വാഗ്ദാനങ്ങൾ ആർക്ക് വേണ്ടിയാ ഉള്ളത്? ഇത് വായിക്കുന്ന, ധ്യാനിക്കുന്ന ഓരോ വ്യക്തിക്കും ഉള്ളതാണ് ഈ വാഗ്ദാനങ്ങൾ. ഈ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചാൽ അത് നിന്നിൽ സംഭവിക്കും. ആമേൻ. ഉദാഹരണത്തിന്, പാത്രത്തിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട് എന്ന് കരുതി അത് നിന്റേതായോ? ഇല്ല. നീ അത് ഭക്ഷിക്കുമ്പോഴാണ് നിന്റെ ശരീരത്തിൽ നിനക്കത് അനുഗ്രഹമായിട്ട് മാറുന്നത്. അതല്ലാതെ പാത്രത്തിൽ ഭക്ഷണം ഉണ്ട് എന്ന് കരുതി അത് നിന്റേതല്ല. ശ്രദ്ധിച്ചേ, ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വചനം, ഭക്ഷണം ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇത് നീ എന്ത് ചെയ്യണം? പറ. വാരി ഭക്ഷിക്കണം. ഇത് ഭക്ഷിക്കുന്നെങ്കിൽ മാത്രമേ ഇത് നിന്നിൽ പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. ചിലരെ കണ്ടിട്ടില്ല, രാവിലെ മുതൽ നിരാശപ്പെട്ടുകൊണ്ട് നടക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ ധ്യാനത്തിന് വന്നിരുന്നൊരു പെണ്ണ്, ഞാൻ ആ പെണ്ണിനോട് കുറേ പറഞ്ഞു. ഈ പെൺകുട്ടി എനിക്ക് കുറേ നാളായിട്ടറിയാം. ഈ പെൺകുട്ടിയുടെ പ്രത്യേകത, മുമ്പിൽ ബിരിയാണി ഇരുന്നാലും എന്നാ ബിരിയാണി, മനസ്സിലായോ? ഗൗരവം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു അനുഗ്രഹത്തെയും സന്തോഷത്തോടെ കാണാൻ പറ്റത്തില്ലെന്ന്. എല്ലാ കാര്യത്തിനും ദുഃഖം, നിരാശ, ഭാരം. എല്ലാ കാര്യത്തിനും ദുഃഖം, നിരാശ, ഭാരം. എന്തു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ പറയുന്നത് മുഴുവൻ പിറുപിറുപ്പും പരാതിയും മാത്രം. ഇവിടെ ഇരിക്കുന്നവരുണ്ടങ്ങനെ, നമ്മുടെ സ്വഭാവത്തിലുണ്ടങ്ങനെ. വചനം പറയുന്ന എന്താ? നിനക്ക് വേണ്ടി ഇത്രമേൽ വാഗ്ദാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങൾ നീ സ്വീകരിക്കണം. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു വചനം പഠിപ്പിച്ചത്. ഏതാ വചനം? ലൂക്ക 1:45. ഒന്നും കൂടെ വായിച്ചേ. ലൂക്ക 1:45. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ശ്രദ്ധിച്ചേ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിദേശത്തുണ്ടോ? വിദേശത്ത് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. വിദേശത്ത് ഒട്ടുമുക്കാലും പേരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ട്. വിദേശത്ത് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതലും പേര് ഈ വിദേശത്തുള്ളവരെ കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് അവിടെ PR കിട്ടിയില്ല, അവർക്ക് അവിടെ യൂണിവേഴ്സിറ്റി പേപ്പർ പ്രസന്റേഷൻ ശരിയായില്ല, ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടിയില്ല, അവർക്കവിടെ വീട് ശരിയായിട്ടില്ല, അവർക്കവിടെ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, അവിടുത്തെ ക്ലൈമറ്റ് ശരിയല്ല, അവിടുത്തെ ജീവിതം ശരിയല്ല, അവിടുത്തെ കുടുംബ ജീവിതം ശരിയല്ല, അവരവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, അവർക്ക് കൂട്ടുകെട്ടില്ല, അല്ലേ? അവരുടെ സർട്ടിഫിക്കറ്റ് ശരിയായിട്ടില്ല, ഇന്ന പരീക്ഷ പാസ്സായിട്ടില്ല, അവർക്ക് ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇങ്ങനെ തുടങ്ങി 100,000 പ്രാരാബ്ധങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ പറ്റും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൂരങ്ങളിലുള്ളവർ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളെ ഒരു ദേശത്ത് ദൈവം കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചു പഠിച്ചോണം, നിങ്ങളെ ഒരു ദേശത്ത് ദൈവം കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയിൽ അത് പ്രവർത്തിക്കും. ഒരു നല്ല വചനം പറഞ്ഞു തരാം. അത് എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 37 വേഴ്സ് 14. പ്രത്യേകിച്ച്
വിവിധ ദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുകയോ ഭാരപ്പെട്ട് കഴിയുകയോ ഇവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരുമോ എന്ന് ഭാരപ്പെടുന്ന, ഇനി എങ്ങനെ ഈ ദേശത്ത് ജീവിക്കുമെന്ന് സങ്കടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ആ വ്യക്തികൾ ഇതാ വചനം പറയുകയാണ്. എസെക്കിയേലിന്റെ പ്രവചനം 37 അധ്യായം 14 തിരുവചനം. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. യെസ്, ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ശ്രദ്ധിച്ചേ. നിങ്ങൾക്കൊരു ദേശത്ത് ഒരു ജോലിയും കുടുംബവും ജീവിത വഴികളും ഒരുക്കി കഴിഞ്ഞാൽ ആ ദേശത്ത് ജീവിക്കാനുള്ളത് ദൈവം ഒരുക്കുന്നു. ഇത് നീ വിശ്വസിക്കണം. അല്ലാതെ രാവിലെ തൊട്ട് പരാതിപ്പെട്ടുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? പരാതിപ്പെട്ടുകൊണ്ടിരുന്നിട്ട് കാര്യം? ഇന്നലെ നേഴ്സായിട്ടുള്ള ഒരു പെണ്ണ് കാനഡയിൽ നിന്ന് വിളിച്ചു. എനിക്ക് ഈ പെൺകുട്ടി നേഴ്സായി പഠിക്കുന്ന സമയത്തറിയാം, മംഗലാപുരത്ത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ധ്യാനകേന്ദ്രം തൊട്ടടുത്തുണ്ട്, അവിടെ പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. മിടുക്കിയാണ്, പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, എന്നും സങ്കടം മാത്രം. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെയായി, എന്നും സങ്കടം മാത്രം. ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുക, അച്ഛാ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? കാനഡ എന്ന ദേശത്ത് ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി, പക്ഷേ സന്തോഷമില്ല. ഇപ്പൊ എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഈ സ്ത്രീ കടന്നു പോകുന്ന അവസ്ഥ വളരെ ദാരുണം. സാമ്പത്തിക ഞെരുക്കം. ഞങ്ങളിപ്പോൾ ഉള്ള വീട് തന്നെ കൊടുക്കേണ്ടി വരുമോ? ഞങ്ങളിനി എന്ത് ചെയ്യും? ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ. ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന വചനം എന്താണെന്നറിയോ? പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതം. പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതം. അപ്പൊ ഞാൻ ഈ സ്തോത്രഗീതം കിട്ടിയപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ദേ കർത്താവ് തന്ന സന്ദേശം ഇതാണ്. അപ്പൊ ആ പെണ്ണിനോട് ചോദിച്ചു, അച്ഛാ എൻ്റെ അവസ്ഥ ദാരുണമാണ്, സങ്കടമാണ്. ഇതിൻ്റെ ഇടയിൽ ഈ സ്തോത്രഗീതവുമായിട്ട് എന്ത് ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഉണ്ടോ? എന്ത് ബന്ധം? ഈ പെണ്ണ് പറയോ എന്ത് ബന്ധം? ഞാൻ പറഞ്ഞു, ഈ സ്തോത്രഗീതം പാടിയത് എവിടെ വെച്ചാ പറ. മറിയം സ്തോത്രഗീതം പാടിയത് എവിടെ വെച്ചാ? സ്തോത്രഗീതം പാടിയത് എലിസബത്തിന്റെ വീട്ടിലാണ്. എന്താണ് എലിസബത്തിന്റെ വീട്ടിലെ അവസ്ഥ? പറ. ആ വീട്ടിൽ എന്താ? കമ്പിത്തിരിയും പൂക്കളും കത്തിച്ചു ചാടി മറിഞ്ഞ് സന്തോഷം ഉള്ള സമയം ആണോ? അല്ല. ആ വീട്ടിലെ അവസ്ഥ എന്താ? അങ്ങേയറ്റ നിരാശയുടെ ഒരു അവസ്ഥ. ഭർത്താവ് മിണ്ടാൻ മേലാതെ അവിടെ ഇരിക്കുന്നു. ഭാര്യ പ്രായമേറെ ഉള്ളതാണ്, ഗർഭിണി. മേഴ്സി ചേച്ചി ഒന്ന് ചിന്തിച്ചേ. ഗർഭിണിയാവുന്നതിനെ കുറിച്ചല്ല, എലിസബത്തിന്റെ കാര്യം. ഇത്രയും പ്രായമുള്ള എലിസബത്ത് ഗർഭിണിയായിട്ടിരിക്കുന്നു. വചനം പറയുന്ന അപമാന ഭാരം നിമിത്തം വീടിന്റെ അകത്തിരിക്കുവന്നു. അപ്പൊ ആ വീട്ടിൽ മൂകത, നിശബ്ദത, തളം കെട്ടിക്കിടക്കുന്ന ഇരുട്ടാണ്, സങ്കടമാണ്, ഭാരമാണ്. അങ്ങനെയുള്ള വീട്ടിലാണ് ദേ മറിയം ചെന്നിട്ട് സ്തോത്രഗീതം പാടിയത്. എന്ത് മനസ്സിലായി? എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ മറിയം അവിടെ ചെന്ന് പാടിയ പാട്ടിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവം ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറും. ആമേൻ, ആമേൻ. നിന്റെ നിരാശയ്ക്ക് മുമ്പിൽ കർത്താവ് ഒരു വഴി തുറക്കും. നീ അത് വിശ്വസിക്കണോന്ന്. അല്ലാതെ രാവിലെ തൊട്ട് ഇങ്ങനെ അയ്യോ അതല്ല നിന്റെ ഭാഷ. അത് ദൈവമക്കളുടെ ഭാഷയല്ല. ദൈവമക്കളുടെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ദൈവമുണ്ട്. പറഞ്ഞേ, ഇത് പറയണം. എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, എന്നെ ഈ ദേശത്തെത്തിച്ച ദൈവമുണ്ട്, എനിക്ക് ജോലി തന്ന ദൈവമുണ്ട്, എനിക്ക് ഭർത്താവിനെ തന്ന ദൈവമുണ്ട്, എനിക്ക് മക്കളെ തന്നൊരു ദൈവമുണ്ട്, എനിക്കിവിടെ ഇരിക്കാൻ കൃപ തരുന്നൊരു ദൈവമുണ്ട്. ഇങ്ങനെ പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? രാവിലെ തൊട്ട് ഇങ്ങനെ അയ്യോ ഇങ്ങനെയായല്ലോ, അങ്ങനെയായല്ലോ. ഇങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കും. നിന്നെ കർത്താവ് ഒരു ദേശത്തെത്തിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു ജീവിത വഴികളിലൂടെ മുന്നോട്ട് നീങ്ങാൻ കർത്താവ് ഒരു വഴി ഒരുക്കുന്നുണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളണം, അതിൻ്റെ ഒത്ത നടുവിൽ നിന്നുകൊണ്ട് നീ ദൈവത്തിന് നന്ദി പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി. നമുക്കൊരു ദൈവം ഉണ്ടെന്ന്. ആമേൻ, ആമേൻ. നമ്മൾ അനാഥരല്ല, നമുക്കൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടും, അത് നിന്നിൽ സംഭവിക്കപ്പെടും. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ഇത് ഏറ്റെടുത്തോണം. ചാടി എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒന്ന് ഉറങ്ങി വന്നപ്പോഴേ എഴുന്നേൽപ്പിക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. കണ്ണടച്ചേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നിന്റെ കുടുംബത്തിൽ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടും.
നിന്റെ മക്കളിൽ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എനിക്ക് വേണ്ടി എഴുതപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം എന്റെ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. എന്റെ ദൈവമേ, ഈ വാഗ്ദാനങ്ങൾ എന്നിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം എന്നിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. എന്നിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. എന്റെ തടസ്സങ്ങൾ മാറ്റണമേ. എന്നിൽ അത് പൂർത്തീകരിക്കപ്പെടട്ടെ. യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ വാഗ്ദാനങ്ങൾ നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഇതെന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. കൈയടിച്ചേ, 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 കൈയടിച്ച നല്ല കൈയടി. യെസ്, ഇറ്റ് വിൽ ഹാപ്പൻ. ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടും. ഈ നാളുകളിൽ സംഭവിക്കപ്പെടും. ഹബക്കൂക്കിന്റെ പ്രവചനം 1:5. ഇതാ നിന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടും. നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. യെശയ്യാ പ്രവചനം 22:22. അവൻ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. യെശയ്യായുടെ പ്രവചനം 45:2-3. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിലും നീതിയിലും രഹസ്യ നിധിശേഖരവും നൽകും. ഓ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച് ശക്തിയോടെ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ, ആമേൻ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ, സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വിടുതൽ കാണാൻ, ഓ കർത്താവേ, ദൈവത്തിന്റെ കരുതൽ കാണാൻ, ചേർന്ന് പാടി വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ, ആമേൻ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ, ആമേൻ, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാൻ, ഓ ദൈവമേ, ദൈവത്തിന്റെ കരുതൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ഓരോ വ്യക്തിയും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇതിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം. ഓ ദൈവമേ, ഞാനിത് ഏറ്റെടുക്കുന്നു. ഓ ദൈവമേ, ഞാനിത് ഏറ്റെടുക്കുന്നു. ഇതെന്നിൽ സംഭവിക്കപ്പെടട്ടെ. ഇതെന്നിൽ സംഭവിക്കപ്പെടട്ടെ. ഇതെന്നിൽ സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. ദൈവത്തിന്റെ വാഗ്ദാനം നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. തക്ക സമയത്ത് പൂർത്തീകരിക്കപ്പെടും. ഓരോ വ്യക്തിയും അത് വിശ്വസിച്ച് ഏറ്റെടുക്കുക. യെസ്, ഇതെന്നിൽ സംഭവിക്കപ്പെടട്ടെ. ഇതെന്നിൽ സംഭവിക്കപ്പെടട്ടെ. ഇതെന്നിൽ സംഭവിക്കപ്പെടട്ടെ. ആമേൻ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ തുടർന്ന് പരിശുദ്ധ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുന്ന ശക്തമായ ദൈവ അഭിഷേകം ഈ ആരാധനയിൽ വെളിപ്പെടാൻ പോവുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 3 മേഖലകൾ, 3 അഭിഷേകത്തെ നമ്മൾ പഠിച്ചു. ഒന്നാമത്തത്, നമുക്ക് സ്വർഗം തന്ന ഒരു നാമമുണ്ട്. അതേതാ നാമം? യേശു എന്ന നാമം വിളിച്ച് പ്രാർത്ഥിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിപ്പന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ അഭിഷേകം, നമ്മളെ ദൈവം ഉയർത്തിയിരിക്കുകയാണ്. എന്തായിട്ട്? ദൈവമക്കളായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ അഭിഷേകം എന്ന് പറയുന്നത് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം. സംഭവിക്കുന്നു, സംഭവിക്കും. വിശ്വസിച്ചോണം. കരങ്ങൾ കൂപ്പി പിടിച്ചേ, കണ്ണടച്ചോ.